ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 5:30 മണിയായിട്ടുണ്ട് കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റ് ഞാൻ നേരെ കിച്ചണിലേക്ക് കയറി. ഇനി ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി എന്താണോ അത് നോക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇഡ്ഡലി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടി ഇഡ്ഡലി പാത്രമൊക്കെ എടുത്ത് മാവൊക്കെ ഒന്ന് സെറ്റാക്കി. മിക്ക ദിവസവും ഞങ്ങളുടെ വീട്ടിൽ ഇഡ്ഡലി തന്നെ ആയിരിക്കും കേട്ടോ. കാരണം അപ്പോസിന് ഇഡ്ഡലിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇഡ്ഡലി കഴിക്കും. ഞങ്ങളെന്ന് പറയുമ്പോൾ ആകെ വീട്ടിലുള്ളത് ഞാനും ഏട്ടനും അമ്മയാണ്, പിന്നെ അപ്പോസും. അങ്ങനെ ഇഡ്ഡലിയൊക്കെ സെറ്റാകാൻ വെച്ചു. അതിനുശേഷം ഞാൻ അപ്പൂസിന് ലഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തു. സാധാരണയായി ഞാൻ അവന് ലഞ്ചിനായിട്ട് ഗീ റൈസാണ് കൊടുക്കാറുള്ളത്. ഗീ റൈസ് അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഞാൻ വേവിച്ചിട്ട് ആഡ് ചെയ്യും. സാധാ വൈറ്റ് റൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കഴിക്കാൻ നല്ല മടിയാണ്. അപ്പോൾ ഇതാവുമ്പോൾ അവൻ കഴിച്ചോളും. അങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം കുക്കർ ഞാൻ ഗ്യാസിലോട്ട് വെച്ച് പിന്നെ അതിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിക്കും. അപ്പൂസിന് നെയ്യ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നെയ്യ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസിലൊക്കെ ഞാൻ നെയ്യ് ആഡ് ചെയ്യാറുണ്ട്. ഈ നെയ്യ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്യല്ല കേട്ടോ. നമ്മുടെ വീടിനടുത്ത് നാടൻ നെയ്യ് കിട്ടുന്നൊരു വീടുണ്ട്, അവിടെ പോയി നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നതാണ്. അതിനുശേഷം ഞാൻ സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്തു. പട്ട, ഗ്രാമ്പു, ഏലക്ക, അതിൻ്റെ ഫ്ലേവറൊക്കെ അപ്പൂസിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. ആദ്യമൊക്കെ അപ്പൂസിന് വൈറ്റ് റൈസ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവൻ തീരെ അത് കഴിക്കാണ്ട് തിരിച്ചു കൊണ്ടുവരും. അതിനുശേഷമാണ് ഞാൻ ഈ ഗീ റൈസിലോട്ട് മാറിയത്. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസൊക്കെ അതിലോട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. ശേഷം റൈസ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ കുക്കറിൽ വയ്ക്കുമ്പോൾ ഒഴിക്കാറുള്ളത്. ശേഷം ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുക്കർ അടച്ച് വേവാനായിട്ട് വെച്ചു കേട്ടോ. ആ സമയം ഞാൻ അപ്പൂസിൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്തു. അതിനുശേഷം അവനെ വിളിച്ച് റെഡിയാക്കി ഞങ്ങൾ താഴോട്ട് വന്നു. പിന്നെ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി അവൻ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങി കേട്ടോ. അവൻ്റെ ബസ് വരാനുള്ള വെയിറ്റിങ്ങിലാണ്. അവൻ്റെ ബസ് വരുന്നുണ്ട്. അങ്ങനെ അപ്പൂസ് ബസ് കയറി സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.